ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർ, തുഞ്ചനുത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ തുഞ്ചൻ പറമ്പ്. ഈ രീതിയിലേക്ക് വളർന്നു വന്നത് ഏറ്റവും ബഹുമാന്യനായ വാസുവേട്ടൻ്റെ ഒരു ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് കാര്യം എന്നേക്കാൾ ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ എം ബഷീർ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഹൃബന്ധങ്ങളിൽ എങ്ങനെയാണ് ഒരു സുഹൃത്തിനെ ആത്മാർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മോടൊപ്പം സാറാ ജോസഫും ബഹുമാനപ്പെട്ട മണമ്പൂരും ശ്രീമാറും ഒക്കെ തന്നെ ഉണ്ട്. അവരെല്ലാം തന്നെ കാര്യങ്ങൾ സംസാരിക്കും. മഹാനായ എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എം.ടിയെ നമ്മളിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന മറ്റൊരു വലിയ രൂപമുണ്ട്. ആ ഒരു രൂപമെന്നുള്ളത് നിരവധി കാര്യങ്ങളിലൂടെ മാത്രമേ അത് പറയാൻ കഴിയൂ. ലോകത്തോടൊപ്പം സഞ്ചരിച്ച ഒരു സാഹിത്യകാരൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. ലോക സാഹിത്യത്തെ കൃത്യമായി പഠിക്കാൻ ശ്രമിച്ച ആളാണ്, ഉൾക്കൊണ്ട ഒരാളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സംസ്കാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ, അത് പ്രതിഫലിപ്പിക്കാനും കഴിഞ്ഞ ഒരാളാണ്. ഈ വലിയ ലോകത്തേക്ക് ഞാൻ ജനിച്ചു വളർന്ന ചെറിയ ഗ്രാമത്തെ വലിയ ലോകത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരാളാണ്. ആ ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജന്മനാടൻ ലോകത്തോളം വലുതാക്കി എന്നുള്ളതാണ് നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ച. അത് വളരെ സുന്ദരമാണ്. ആ ഒരു സുന്ദരമായ ഗ്രാമത്തെ അദ്ദേഹം വർണ്ണിച്ചത്, അദ്ദേഹം എഴുതിയത് അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ തന്നെ അത് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. പല എഴുത്തുകളിലുള്ള കഥാപാത്രങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ പരിചയിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഹൃദയസ്പർശിയാവുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ആ ലോകത്ത് വിരചിച്ച ഒരാൾ ഈ മണ്ണിൽ എത്തിച്ചേരുകയും ഈ മണ്ണ് അദ്ദേഹത്തിൻ്റെ ആവുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹം എടുത്ത ഉറച്ച തീരുമാനങ്ങളാണ് ഇന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരിടമായി നമ്മുടെ ഈ മണ്ണ് മാറിയത്. അത് മറ്റാർക്കെങ്കിലും ഇത്ര വൃത്തിയായി ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം മറ്റു താല്പര്യങ്ങളൊന്നുമില്ല. താല്പര്യങ്ങൾ എന്നുള്ളത് മലയാള ഭാഷയും
മലയാള സാഹിത്യവും ഒക്കെ തന്നെയായിരുന്നു. ഇവിടെ തുഞ്ചൻ പറമ്പിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള വിവിധ സംസ്കാരങ്ങൾ എത്തിക്കാൻ അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു കാലയളവ് എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ സംസ്കാരങ്ങളുടെ പ്രതിഫലനം നമ്മുടെ ഈ മണ്ണിലുണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്. അതിനു മുമ്പൊക്കെ തന്നെ തുഞ്ചൻ പറമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. തുഞ്ചൻ പറമ്പിൽ ധാരാളം സംവിധാനങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. പക്ഷേ അതിനപ്പുറം ഭാഷയെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, വിവിധ ഭാഷകളെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്ന നിരവധി സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ മഹത്തായ ഭാഷ എല്ലാം ഉൾക്കൊള്ളാൻ പ്രാപ്തമാണ് എന്ന് തെളിയിച്ച ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏത് സാഹിത്യങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ചാലും ഇതിലൊക്കെ തന്നെ മലയാള ഭാഷ എങ്ങനെ അതിനെ ഉൾക്കൊണ്ടു, അത് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് കാണണമെങ്കിൽ അതിനുള്ള കവാടം തുറന്നു വെച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് MT ആണ്. എനിക്ക് തോന്നുന്നു അതിൽ മറ്റൊരു അഭിപ്രായത്തിന് ഇടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് ശേഷം പലരും പറയും, ഇനി തുഞ്ചൻ പറമ്പ് എന്താകും എന്നൊരു ചോദ്യമുണ്ട്. തുഞ്ചൻ പറമ്പ് എന്താവണമെന്ന് ആദ്യം തീരുമാനിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല എന്നുള്ളതാണ്. തുഞ്ചൻ പറമ്പിൽ ഇനി എന്ത് നടക്കണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രകാരം നടന്നു പോകും. ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹം നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അച്ചുവേട്ടനെ പോലുള്ള ആളുകളൊക്കെ തന്നെ സദസ്സിലുണ്ട്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം പറയുമ്പോൾ എങ്ങനെ ഇതെല്ലാം സാധ്യമാവും എന്നുള്ളൊരു ചോദ്യമൊക്കെ മനസ്സിലുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ അത് സാധ്യമായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അത് ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നുമല്ല, സ്നേഹബന്ധങ്ങളാണ് നമ്മുടെ മണ്ണിൽ ഇത്രയും വലിയൊരു സാംസ്കാരിക കേന്ദ്രമായി തുഞ്ചൻ പറമ്പിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത്. തിരൂരിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ഓർമ്മകൾ അയവർക്കുന്നതിൽ മനസ്സിലൊരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലോകം എന്നുള്ളത് ഇങ്ങോട്ട് കയറുമ്പോഴുള്ള ലോകം എന്നുള്ളത് വ്യത്യസ്തമാണ്. സ്നേഹം, ദയ തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ അത് പകർന്നു കൊടുത്തൊരു രീതിയുണ്ട് MTയെ സംബന്ധിച്ചുള്ള. അത് പകർന്നു കൊടുക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ബഷീർ മാഷ് അത് സൂചിപ്പിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് എടുത്തേ ഒന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം, ആ ഒരു സ്നേഹവും ദയവും അതിലുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം അവസാനം പറഞ്ഞ് വെച്ച വാക്കുകൾ തന്നെ അതിലേറ്റവും വലിയ ഒരു കാര്യമാണ്. ഇതെല്ലാം ധാരാളമുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ മണ്ണിനെ ഇനിയും ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിന് മുമ്പിൽ നമുക്ക് കാണിക്കേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും അതുതന്നെയായിരുന്നു. അപ്പോൾ അതിന് കോട്ടം തട്ടാതെ ലോക സാഹിത്യത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു തീരുമാനമാണ് ഇത്തവണ നമ്മുടെ തുഞ്ചൻ ഉത്സവത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എനിക്ക് തോന്നുന്നു ട്രസ്റ്റികൾ ഒക്കെ തന്നെ ആ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. മനുഷ്യ സ്നേഹപരമായിട്ടുള്ള നിലപാടുകൾ എന്ത് എന്നുള്ളത് പലപ്പോഴും ആ കാപട്യം നിറഞ്ഞതായിരുന്നില്ല ചിരികൾ എന്നുള്ളതാണ്. അത് പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. മനസ്സിലുള്ള നിറഞ്ഞ സ്നേഹം, സ്നേഹിക്കേണ്ടവനെയും സ്നേഹം നൽകേണ്ടവനെയും തിരിച്ചറിയാനുള്ളൊരു കഴിവ്, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ലോകത്തിന് മുമ്പിൽ തലയുയർത്തി കൊടുക്കുന്ന ഒരു മണ്ണായി ഈ മണ്ണ് നിലനിൽക്കണം, അതായിരിക്കണം നമ്മുടെ നിലപാട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ രണ്ടാം സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യും.